പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. സൈനികരുടെ യാത്രാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ക്വറ്റ പെഷവാർ ജാഫർ എക്സ്പ്രസ് സർവീസ് പാകിസ്ഥാൻ റെയിൽവേ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. സ്വന്തം സൈനികർക്ക് പോലും സുരക്ഷയൊരുക്കാൻ സാധിക്കാത്ത പാക് ഭരണകൂടത്തിന്റെ വലിയൊരു പരാജയമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. കഴിഞ്ഞ മെയ് 24-ന് ക്വറ്റയിൽ പാക് സൈനികരുമായി പോവുകയായിരുന്ന ഒരു ഷട്ടിൽ ട്രെയിൻ BLA ചാവേർ ആക്രമണത്തിൽ തകർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സുരക്ഷാ ഭയം മൂലം പ്രധാന സർവീസ് ആയിട്ടുള്ള ജാഫർ എക്സ്പ്രസ് റദ്ദാക്കിയത്. BLAയുടെ മജീദ് ബ്രിഗേഡും രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള സിറാബും സംയുക്തമായിട്ടാണ് ഈ ഒരു ആക്രമണം ആസൂത്രണം ചെയ്തത്. ബിലാൽ ഷഹ്വാനി എന്ന ചാവേർ നടത്തിയ ഈ ആക്രമണത്തിൽ 82 പാക് സൈനികർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് BLA വ്യക്തമാക്കുന്നത്. എന്നാൽ നാണക്കേട് മറച്ചുവെക്കാനായി ഇത് സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണമാണെന്നാണ്, അങ്ങനെ വരുത്തി തീർക്കാനാണ് പാക് സൈന്യവും സർക്കാരും ശ്രമിക്കുന്നത്. തങ്ങളുടെ ലക്ഷ്യം സിവിലിയന്മാരല്ലെന്നും അധിനിവേശ പാക് സൈന്യം മാത്രമാണെന്നും BLA തുറന്നടിച്ചിട്ടുണ്ട്. ജാഫർ എക്സ്പ്രസ് സാധാരണയായി പാക് സൈനികരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സുപ്രധാനമായിട്ടുള്ളൊരു ട്രെയിനാണ്. പെഷവാറിൽ നിന്ന് ക്വറ്റയിലേക്കുള്ള 1650 കിലോമീറ്റർ ദൂരമാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. മുൻപും ഈ ട്രെയിനിന് നേരെ BLA ചാവേർ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ബലൂച്ച് ജനതയുടെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയും അവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന പാക് ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് BLA ഈ ഒരു സൈനിക സംവിധാനങ്ങളെ ലക്ഷ്യമിടുന്നത്. ഈ സംഭവം വ്യക്തമാക്കുന്നത് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാന് പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. കേവലം ഗറില്ല യുദ്ധമുറകളിൽ നിന്ന് മാറി ആധുനികവും കൃത്യതയാർന്നതുമായിട്ടുള്ള സൈനിക നീക്കങ്ങൾ നടത്താൻ ഇന്ന് BLAക്ക് സാധിക്കുന്നുണ്ട്. തങ്ങളുടെ ഇന്റലിജൻസ് പരാജയം മറച്ചുവെക്കാൻ പാകിസ്ഥാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാനും BLA ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ എന്ന് മുദ്രകുത്താനും ശ്രമിക്കുന്നുണ്ട്. ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ എന്നാൽ ഇന്ത്യ സൃഷ്ടിക്കുന്ന കലാപം അല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാക്കുന്ന കുഴപ്പം എന്നാണ് ഇതിന്റെ വാച്യാർത്ഥം. ബലൂച്ച് ജനതയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ ഗൂഢതന്ത്രം മാത്രമാണിത്. സ്വന്തം സൈനികർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത പാകിസ്ഥാന്റെ ഗതികേടാണ് ഈ സംഭവം തുറന്നു കാട്ടുന്നത്. കോട്ട കെട്ടി തിരിച്ചാലും തങ്ങളുടെ പോരാട്ടത്തെ തടയാൻ പാക് സൈന്യത്തിനാകില്ലെന്നും ബലൂചിസ്ഥാന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഈ യുദ്ധം തുടരുമെന്നുമാണ് BLAയുടെ പ്രഖ്യാപനം. ഇത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് വരും നാളുകളിലും വലിയൊരു പേടി സ്വപ്നമായി തന്നെ തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്.